നമസ്തേ. തമിഴ്നാട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ മൂപ്പരെ പോലീസ് പൊക്കി. ഒടുവിൽ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള ഉത്തരവൊക്കെ വന്നു. അങ്ങനെ അവിടെ വലിയ കോലാഹലം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം മലയാളികളെ വെട്ടിച്ചു ഒരു കാര്യത്തിൽ എന്നുള്ളത്, അതായത് ഒരു റെക്കോർഡ് വാങ്ങിയെടുത്തു. എന്താണ് ആ റെക്കോർഡ് എന്നുള്ളതല്ലേ? ദ്വയാർത്ഥ പ്രയോഗത്തിൽ അദ്ദേഹം മലയാളികളെ അങ്ങ് വെട്ടിച്ചു. അതുവരെയും ദ്വയാർത്ഥ പ്രയോഗത്തിലും അശ്ലീല പദപ്രയോഗത്തിലും എനിക്ക് തോന്നുന്നു ഏറ്റവും മുമ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് പ്രബുദ്ധരായിട്ടുള്ള മലയാളികളാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കാവേരി നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അതിൽ എത്രത്തോളം വെള്ളം വേണ്ടിയിരുന്നു, എത്രത്തോളം വെള്ളം ഇങ്ങോട്ടേക്ക് കിട്ടണമായിരുന്നു, ഇതിനെയൊക്കെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഇതേക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തൃഷ തൃഷ എന്ന് പറയുന്നുണ്ട്. അപ്പോ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ലൈംഗിക ചുവയുള്ള ഒരു ഒരു സംഭാഷണം അദ്ദേഹം നടത്തുന്നു. അപ്പോൾ സദസ്സിൽ മുഴുവനും കൂട്ടച്ചിരിയും ഒക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓ ഇതിലെന്താണ് എന്നുള്ളത് തോന്നാം. പക്ഷേ അത് തമിഴന്മാരെ സംബന്ധിച്ച്, അണ്ണാച്ചികളെ സംബന്ധിച്ച് കുറച്ച് നമ്മൾ പറയുന്ന പോലെ ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നുള്ളതാണ്. ഇത് കേട്ടതും ഉദയനിധി സ്റ്റാലിനിലെ ആ ഒരു ശൗര്യം അങ്ങോട്ട് ഉയർന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കാവേരി നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ്. നമുക്കറിയാം നടനും ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയും നടി തൃഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അഭ്യൂഹങ്ങളും ആരോപണങ്ങളുമെല്ലാം വിജയുടെ ഭാര്യ ഡിവോഴ്സ് കേസ് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ നടപടികളൊക്കെ നടക്കുകയുമാണ്. ഇതിനിടയിലാണ് ഉദയനിധി സ്റ്റാലിന്റെ ഇത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം നടക്കുന്നത്. അത് ആക്ച്വലി എന്താണ് എന്നുള്ളത് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളോട് പറയാനുള്ള ചില പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. എങ്ക തന്നി വരുതോ അല്ല അക്ക തന്നി വരണോ കാവേരി சொன்ன. എന്തായാലും ഈ വിഷയത്തിൽ മലയാളിയെ കടത്തിവെട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വലിയൊരു പബ്ലിക്കിന് മുന്നിലാണ് അദ്ദേഹം ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കാണുന്നവന്റെ കണ്ണിലും കേൾക്കുന്നവന്റെ ചെവിയിലും ഇരിക്കുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ അവിടെ നിന്നുകൊണ്ട് കൃത്യമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ആ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ സമയമാണ് സദസ്സിൽ നിന്ന് തൃഷ എന്നുള്ള പേര് ഉയർന്നു വരുന്നത്. അപ്പൊ കിട്ടിയ അവസരത്തിന് നമ്മൾ പറയില്ല, കിട്ടിയ അവസരത്തിന് ഒരു ഗോൾ അടിച്ചു നോക്കിയതാണ്. അണികളുടെ മുന്നിൽ ഒന്ന് സ്റ്റാർ ആവാനായിട്ടുള്ള ശ്രമമായിരുന്നു. ഈ ശ്രമത്തിനൊടുവിലാണ് ജോസഫ് സി വിജയ് പിടിച്ച് ആദ്യം അകത്തിട്ടത്. പിന്നീട് ചോദ്യം ചെയ്തു, വിട്ടയച്ചു, ജാമ്യമൊക്കെ കിട്ടി, അങ്ങനെ പുറത്തിറങ്ങി എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ഒരു വേദിയിൽ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രയോഗമായിരുന്നു അത് എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പിന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് വിട്ടുകളയാം. പക്ഷേ ജോസഫ് സി വിജയ് എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അത് വല്ലാതെ നൊന്തു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതുമായി വിജയുടെ പാർട്ടിയിലോ മറ്റോ ആരോ കൊടുത്ത ഒരു പരാതിയിന്മേലാണ് ഈ ഒരു അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നൊക്കെ വരുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നതൊക്കെ ശരിയായ രീതിയാണ് എന്നുള്ളത്? നമ്മുടെ ചുറ്റും നമ്മൾ മലയാളികൾ എന്ന് പറയുന്നവരെ നമുക്കറിയാം, എന്ത് പറഞ്ഞാലും അതിലൊരു ദ്വയാർത്ഥ പ്രയോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ പറയാം, ഇതെല്ലാം കാണുന്നവന്റെ കണ്ണിലും കേൾക്കുന്നവന്റെ ചെവിയിലുമാണ് എന്നുള്ളത് പറയാം. ഇപ്പോ ഒരു ഉദാഹരണം എടുത്താൽ, വെടി എന്നുള്ള ഒരു വാക്ക് മാത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ വാക്കിന് ഇപ്പൊ എന്തെല്ലാം തലത്തിലാണ് അർത്ഥങ്ങൾ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
എന്നാൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പോലും നമ്മൾ മറന്നുപോയിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വളരെ നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്നതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒക്കെ ഉണ്ടാവുകയും അതിനെ വളരെ എൻജോയ് ചെയ്ത് നമ്മൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് നമുക്കിടയിലേക്ക് എന്താ പറയാ, അത് നമുക്കിടയിലേക്ക് അത് സർവ്വവ്യാപിയായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ വെട്ടാനായിട്ട് തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഒക്കെ കഴിയും എന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും നമ്മളെ മലയാളികളെ വെച്ചിട്ടാണല്ലോ ഇതെല്ലാം നോക്കി വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. മലയാളിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ എതിര് പറയും മുമ്പ് നിങ്ങൾ ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ റീലുകൾ മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. സിംപ്ലി റീലുകൾ മാത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അതിൽ പറയുന്ന പദപ്രയോഗങ്ങള്, അതിൽ പറയുന്ന ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങള്, അങ്ങനെ ഓരോരോ സെക്കൻഡിനും നമ്മളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളെ ഏതെല്ലാം തരത്തിലേക്ക് ഒരു അശ്ലീല ചുവയോടുകൂടി മാറ്റിയെടുക്കാം എന്നുള്ളതിൽ സത്യത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ളത് ഇവിടെയുള്ളവരായിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇത്രയൊന്നും ഗവേഷണം എന്തായാലും വിദേശ രാജ്യങ്ങളിലോ നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോഴാണ് നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെ പോലീസ് തൂക്കിയെടുത്ത് ജീപ്പിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. അദ്ദേഹത്തെ തൂക്കിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം ടോയ്ലറ്റിലാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന ക്ലിപ്പിങ്ങും ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഒരു രാജ്യമെന്നോ സംസ്ഥാനമെന്നോ ഒന്നുമുള്ള ഒരു വ്യത്യാസമില്ല എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പൊതുവായിട്ടും സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതല്ലാതെ പൊതുവായി ഒരു മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ചില വാക്കുകളും ഒക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു വാക്കാണ് ഉദ്ധരിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും. പലരും ഒരു കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ എടുത്തു നോക്കിയാൽ മലയാളത്തിലുള്ള ഒരുവിധപ്പെട്ട ഒരു വാക്കും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പറഞ്ഞു വന്നത് ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും സ്റ്റാലിൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തണമായിരുന്നു എന്നുള്ളത് രണ്ടു പക്ഷമാണ്. ഞാൻ മറ്റൊരു പോസ്റ്റിൽ കണ്ടത്, സത്യത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശമാണ്, സദസ്സിൽ നിന്നാണ് തൃഷ എന്നുള്ള പേര് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെ തിരുത്തുകയാണ്. വെള്ളത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ പറഞ്ഞിട്ട് അദ്ദേഹം തിരുത്തുകയാണ്, ഞാൻ പറഞ്ഞത് ഇന്നതുപോലെയാണ്, അതിലെവിടെയാണ് അശ്ലീല പരാമർശം എന്നുള്ളത് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ്. ഞാൻ പറയാറുണ്ടല്ലോ, അമ്മയെ തല്ലിയാലും ഉണ്ട് രണ്ടു പക്ഷം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം എവിടെ കൊണ്ട് നിർത്തണം, എവിടെ കൊണ്ട് തുടങ്ങണം, എവിടെ ഒടുക്കണം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളൊരു അർദ്ധവിരാമം ഇടേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഒരു വിവേചന ബുദ്ധി പോലെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഡയറക്റ്റ് മുഖത്ത് നോക്കി ഒരു കാര്യം പറയാം, അതല്ലെങ്കിൽ ഇൻഡയറക്ട്ലി പറയാം, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുന്നത് പോലെ നമുക്ക് പറയാം. അങ്ങനെ ഏതെല്ലാം തരത്തിൽ ഒരു ആശയത്തെ നമുക്ക് ഒരാളിലേക്ക് കൺവേ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുമെന്നുള്ളൂ. ഒന്ന് നമ്മൾ ചുറ്റും ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, നമുക്കൊക്കെ പ്രബുദ്ധത കൂടിയത് കൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രബുദ്ധത ഒരു പക്ഷേ ഉദയനിധി സ്റ്റാലിനും കൂടിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉദയനിധി സ്റ്റാലിൻ ചെയ്ത ഒരു കാര്യം തീർത്തും ശരിയായില്ല. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരിക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി മലയാളിയുടെ റെക്കോർഡൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഒന്നില്ലെങ്കിൽ അടുത്തടുത്ത സംസ്ഥാനത്തുള്ളവരല്ലേ, നമ്മുടെ ഒരു ഗപ്പ് അങ്ങനെ അങ്ങ് നേടിയെടുക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഉദയനിധി സ്റ്റാലിൻ തന്നെ ചിന്തിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.